ഇനി ആര് വിളിച്ചാലും പോവില്ല വന്ദനമ്മേ. മോളെ, ആ രാഖി ആന്റി മോൾക്ക് ചോക്ലേറ്റ് തരുകയാണെങ്കിൽ മോളിനി അത് വാങ്ങരുത്. എവിടെയെങ്കിലും പോവാൻ വിളിച്ചാ കൂടെ പോവുകയും ചെയ്യരുത്. ഇല്ല വന്ദനമ്മേ, ഞാൻ എന്റെ വന്ദനമ്മ വിട്ട് എങ്ങും പോവില്ല. വാ വന്ദനം, ഇത് നമ്മൾക്ക് ഉറക്കം വരുന്നു. മോള് രാഖി ആന്റി എന്നല്ല, പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുത്. മോളില്ലെങ്കിൽ വന്ദനാമ്മയുമില്ല. ദേമോള് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ലെന്ന് സത്യം ചെയ്യേ. സത്യം. എന്റെ വന്ദനമ്മ പറയാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ല. എന്റെ വന്ദനമ്മയാണ് സത്യം. വന്ദനമ്മേ, എനിക്ക് വേദനിക്കുന്നു. മോള് പേടിക്കണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. മോൾക്ക് വന്ദനാമ്മ മാത്രമല്ല, ജഗനങ്ങളും ഉണ്ട്. മോള് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അതിനെനിക്ക് പേടിയുണ്ടെന്ന് വന്ദനമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ജഗനങ്ങളുള്ളപ്പോ എനിക്ക് ആരെയും ഒരു പേടിയും ഇല്ല. മതി, മിണ്ടാതെ കിടന്നുറങ്ങ്. ഒരു ഉണ്ണിയർച്ച വന്നിരിക്കുന്നു. വന്ദനമ്മേ, എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഒരു അസ്വസ്ഥത. ഞാൻ ആ സൈഡിൽ കിടന്നോളാം. എവിടെ? വന്ദനമ്മേടെ അപ്പുറത്ത്. അതൊന്നും വേണ്ട, മോള് വീഴും. മോളെ നീടാ. ജഗനാങ്കളെ, ഞങ്ങളുടെ അടുക്കളയിലും ഒരു നുള്ള പഞ്ചസാര പോലും എടുക്കാനില്ല മോനെ. നമ്മുടെ അടുക്കളയാണെങ്കിലും നമുക്ക് പലപ്പോഴും പാലും പഞ്ചസാരയും പലവ്യഞ്ജനങ്ങളൊക്കെ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മയുടെ അടുക്കളയിൽ നിന്നാ ഞാൻ എടുത്തോണ്ടിരുന്നത്. ഞാൻ എടുത്തില്ലെങ്കിൽ അമ്മ അറിഞ്ഞു തരുമായിരുന്നു. അതിന്റെ പണമൊന്നും പ്രകാശേട്ടനോട് വാങ്ങിത്തരണോന്ന് അച്ഛനോ അമ്മയോ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അച്ഛന്റെ അടുക്കളയിൽ കുറവ് വരുന്ന സാധനം അവരെങ്ങാനും എടുത്തു എന്നറിഞ്ഞ പ്രകാശേട്ടൻ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുമായിരുന്നല്ലോ, ബഹളം കൂട്ടുമായിരുന്നല്ലോ. അച്ഛന് ജോലിയും കൂലിയും ഉണ്ടായിരുന്നപ്പോ ഒരു കണക്കും നിന്റെ മുമ്പിൽ വന്നിട്ടില്ല. എല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. അച്ഛന്റെ ജോലി നഷ്ടപ്പെടുത്തിയത് മോശമായി പോയി എന്ന് അടുക്കള കാര്യങ്ങൾ ഇപ്പൊ നിന്നെ ഓർമ്മിപ്പിക്കുക. ഇനി അങ്ങോട്ട് പോകും തോറും അതെന്റെ മോന് കൂടുതൽ ബോധ്യപ്പെടും. രാഖി, നീ എന്തൊക്കെ നാടകം കളിച്ചാലും എന്റെ മോളെ ഞാൻ വിട്ടുതരില്ല. ഈ വന്ദന എല്ലാ ദുഃഖങ്ങളും സഹിച്ച് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെന്റെ ദേമോൾക്ക് വേണ്ടി മാത്രമാണ്. വന്ദനെ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിനക്കെന്നെ അടിക്കണോ? അടിച്ചോ. എന്റെ അമ്മയും രാജീവേട്ടനും ഉണ്ടായിരുന്നപ്പോ ഞാൻ അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അവരൊരുക്കിയ തണല്, ആ കരുതൽ ഒന്നും തിരിച്ചറിഞ്ഞില്ല. എന്റെ അഹങ്കാരം കൂടിയത് കൊണ്ടായിരിക്കും ദൈവം അവരെ നേരത്തെ അങ്ങ് വിളിച്ചത്. ഏട്ടനും അമ്മയും പോയതിനു ശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയൊരു തോന്നൽ. ആ ഒറ്റപ്പെടൽ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന് ഭയന്നപ്പോഴാ ഞാൻ ദീമോളെ കാണാൻ സ്കൂളിൽ പോയത്. ഇപ്പൊ വന്ദനെ കാണാൻ വന്നതും അതുകൊണ്ട് തന്നെയാ. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കണം. മോളെ, രാഖി എന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. നീ എന്റെ രാജീവേട്ടന്റെ മോളാ. നിന്റെ സ്വന്തം അപ്പച്ചിയാ.
വന്ദനെ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ദിയമോൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം പാർലറിലേക്ക് പോവാം. പ്ലീസ്. ആക്സിഡന്റ് ആണ്. ഭാഗ്യം, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കാറ് വന്ന് ബൈക്കിലിടിച്ചതാ. കാറുകാരൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അയ്യോ മോളെ, അയ്യോ മോളെ, മോളെ.